കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിലുള്ള മർക്കസ് യുനാനി മെഡിക്കൽ കോളേജിന് എയ്ഡഡ് പദവി നൽകിയ സംസ്ഥാന സർക്കാർ നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തം. കാന്തപുരം സമസ്യയുടെ പിന്തുണ നേടിയെടുക്കാനുള്ള നീക്കമെന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് മർക്കസ് നോളജ് സിറ്റി മാനേജിംഗ് ഡയറക്ടർ മുഹമ്മദ് അബ്ദുൾ ഹക്കീം അസ്ഹരി. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിലുള്ള മർക്കസ് യുനാനി മെഡിക്കൽ കോളേജിന് എയ്ഡഡ് പദവി നൽകിയ സംസ്ഥാന സർക്കാർ നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാന്തപുരം AP വിഭാഗത്തിന്റെ പിന്തുണ ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ് തിരക്കിട്ട് മന്ത്രിസഭ ഈ വിധം തീരുമാനം കൈക്കൊണ്ടതെന്നാണ് ഉയരുന്ന ആരോപണം. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് സ്വാശ്രയ മേഖലയിലാണ് മർക്കസ് യുനാനി മെഡിക്കൽ കോളേജ് ആരംഭിച്ചത്. കേരളത്തിൽ സ്വാശ്രയ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒട്ടേറെ സ്വകാര്യ മെഡിക്കൽ കോളേജുകളും എഞ്ചിനീയറിംഗ് കോളേജുകളും ഉണ്ട്. വിവിധ സാമുദായിക സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്നവയാണ് ഇതിലേറെയും. അവരിൽ പലരും എയ്ഡഡ് പദവിയിലേക്ക് ഉയർത്തുന്നതിനായി അപേക്ഷകൾ നൽകി കാത്തിരിക്കുകയാണ്. അതെല്ലാം അവഗണിച്ചാണ് കാന്തപുരം വിഭാഗത്തിന് വേണ്ടി സംസ്ഥാന സർക്കാർ ഈ വിധത്തിൽ സൗഭാഗ്യം പകർന്നു നൽകിയത്. അതേസമയം മർക്കസ് യുനാനി മെഡിക്കൽ കോളേജിന് സംസ്ഥാന സർക്കാർ എയ്ഡഡ് പദവി നൽകിയത് സമസ്ത AP വിഭാഗത്തെ സ്വാധീനിക്കാനല്ലെന്ന് മർക്കസ് നോളജ് സിറ്റി മാനേജിംഗ് ഡയറക്ടർ മുഹമ്മദ് അബ്ദുൾ ഹക്കീം അസ്ഹരി വ്യക്തമാക്കി. സർക്കാരിന്റെ തീരുമാനം കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണെന്നും ആനുകൂല്യം നോക്കി വോട്ട് ചെയ്യുന്ന പ്രസ്ഥാനമല്ല തങ്ങളുടേതെന്നും അസ്ഹരി കൂട്ടിച്ചേർത്തു. അറബ് രാജ്യങ്ങളിലാണ് യുനാനി ചികിത്സാ സമ്പ്രദായത്തിന് വലിയ വേരോട്ടമുള്ളത്. കേന്ദ്ര സർക്കാരിന്റെ ആയുഷ് മന്ത്രാലയം അംഗീകരിച്ച യുനാനി ചികിത്സാ സംവിധാനത്തിന് ഇപ്പോൾ ഇന്ത്യയിലും സ്വീകാര്യത ഏറി വരുന്നുണ്ട്. അതേസമയം മർക്കസ് യുനാനി മെഡിക്കൽ കോളേജിന് എയ്ഡഡ് പദവി ലഭിക്കുന്നതോടെ കാന്തപുരം വിഭാഗത്തിന് അത് വലിയ നേട്ടമായി മാറും. അതേസമയം സംസ്ഥാനത്തിനാകട്ടെ അത് വലിയ സാമ്പത്തിക ബാധ്യതകൾ സൃഷ്ടിക്കുകയും ചെയ്യും. പൊതുവിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി യുനാനി മെഡിക്കൽ കോളേജ് മാറുന്നതോടെ ജീവനക്കാരുടെ ശമ്പളമടക്കം സർക്കാർ നൽകേണ്ടി വരും. സ്വാശ്രയ രീതിയിൽ നിയമിക്കപ്പെട്ട അധ്യാപകർക്ക് UGC സ്കെയിലിൽ ശമ്പളവും സർക്കാർ നൽകേണ്ടതായി വരും. സർക്കാരിൽ അമിത ബാധ്യത അടിച്ചേൽപ്പിക്കുന്ന ഈ വിധത്തിലൊരു തീരുമാനം കൈക്കൊള്ളാൻ മന്ത്രിസഭാ യോഗം കൈക്കൊണ്ടതിൽ MES പോലെയുള്ള ന്യൂനപക്ഷ സാമുദായിക സംഘടനകൾ കടുത്ത അസംതൃപ്തിയിലാണ്. അതേസമയം കാന്തപുരത്തെ പിണക്കിയാൽ ദോഷം വരുമെന്ന് തിരിച്ചറിഞ്ഞ് കോൺഗ്രസ്, മുസ്ലിം ലീഗ്, BJP തുടങ്ങിയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പരസ്യ പ്രതികരണങ്ങൾക്ക് തയ്യാറായിട്ടില്ല. ഇതിനു മുമ്പ് പലപ്പോഴും ഇടതുപക്ഷ അനുകൂല സമീപനങ്ങൾ കൈക്കൊണ്ടിരുന്ന കാന്തപുരം കഴിഞ്ഞ കുറച്ചു കാലമായി പഴയതുപോലെ ഇടതുപക്ഷത്തെ സഹായിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലുമെല്ലാം ആ വിധം നിലപാട് മാറ്റങ്ങൾ ദൃശ്യവുമായിരുന്നു. കാന്തപുരം വിഭാഗം UDFിലേക്ക് ചായുന്ന മനോഭാവം പല മണ്ഡലങ്ങളിലും ഉണ്ടായി എന്ന് ആരോപണമുയർന്നിരുന്നു. ഇതിനിടയിലാണ് കാന്തപുരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സന്ദർശിച്ചതും ഇന്ത്യയിൽ മുസ്ലിങ്ങൾ ഭീഷണികൾ നേരിടുന്നില്ലെന്ന് പ്രതികരിച്ചതും. ഇതെല്ലാം വലിയ വിവാദങ്ങളായി മാറിയിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് മർക്കസ് യുനാനി മെഡിക്കൽ കോളേജിന് എയ്ഡഡ് പദവി നൽകാൻ സർക്കാർ സന്നദ്ധമായത്. ഇതിനു മുമ്പ് വഖഫ് ബോർഡിലും ഹജ്ജ് കമ്മിറ്റിയിലും മദ്രസ ക്ഷേമനിധി ബോർഡിലുമെല്ലാം കാന്തപുരം വിഭാഗത്തിന് വലിയ പ്രാതിനിധ്യം സംസ്ഥാന സർക്കാർ നൽകിയിരുന്നു. ഇപ്പോൾ യുനാനി കോളേജിന് എയ്ഡഡ് പദവി നൽകാനുള്ള നീക്കങ്ങളും ആരംഭിച്ചിരിക്കുന്നു. ഇതോടെ കാന്തപുരം സുന്നി വിഭാഗത്തിന്റെ വോട്ടുകൾ സ്വന്തമാക്കാമെന്ന കണക്ക് കൂട്ടലിലാണ് ഇടതുപക്ഷ മുന്നണി നേതൃത്വം. അത് എത്രത്തോളം പ്രാവർത്തികമാകുമെന്ന് കാത്തിരുന്ന് കാണുക തന്നെ വേണം.